എവ്രിവൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കള്ളപ്പത്തിന്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. കള്ളപ്പം ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതല്ലേ, ഇതിനെന്താ ഇത്ര പ്രത്യേകത? പക്ഷെ ഈ കള്ളപ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളെ പോലെ വെളിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കള്ള് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? കള്ള ഉണ്ടാക്കും. കള്ള എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണാം, ഈ വീഡിയോയും കാണാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് ദോശപ്പച്ചരി എടുത്ത് 4 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്, ഒരു 2 അല്ലി വെളുത്തുള്ളി വേണം, ഒരു ചെറിയ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് വേണം, കുറച്ച് ഈസ്റ്റ് വേണം, ഒരു നുള്ള്, പിന്നെ കുറച്ച് പഞ്ചസാര വേണം. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത കള്ളാണ്. ഈ കള്ള് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴൊക്കെ തേങ്ങ പൊട്ടിച്ചാലും അതിന്റെ വെള്ളം ഒരു കുപ്പിയിലാക്കി ഈസ്റ്റ് പഞ്ചസാര ഇട്ട് വെക്കുക. വൈകുന്നേരം വരെ വെക്കുമ്പോൾ നന്നായി പുളിച്ചു പോകും. പിന്നെ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ എപ്പോഴൊക്കെ ചെയ്താലും ഇതുപോലെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കൻ കള്ള് കിട്ടും, നല്ല മണമാണ്. ഇനി വേണ്ടത് 1 കപ്പ് ചോറാണ്, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവിയതാണിത്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതിനും ഉണ്ട് ഒരു പ്രത്യേകത. അധികം വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് നമ്മൾ അരയ്ക്കുന്നത്, കുറച്ച് വെള്ളം മാത്രം മതി. നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നതിൽ പകുതി ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഇട്ടേക്കാം. എല്ലാം ഒരുമിച്ചങ്ങ് ഇട്ടേക്കാം. നിങ്ങൾക്ക് 2 വട്ടമായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്, അതിന്റെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കള്ള് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കള്ള് മുഴുവൻ ഒരുമിച്ച് ഒഴിക്കുകയാണ്. എങ്ങനെ ചെയ്യുമ്പോൾ ഈസ്റ്റ് ഇട്ടില്ലേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്, അപ്പൊ ഞാൻ ഇച്ചിരി ഈസ്റ്റ് ഇട്ടാൽ പെട്ടെന്ന് പൊങ്ങും, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഈസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിന്റെ കൂടത്തെ ഉപ്പിടാൻ മറന്നുപോയി, ഉപ്പിടണം, മറക്കല്ലേ. ഇനി ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? ഇതിൽ ചെറിയതായി തരിതരിപ്പായിട്ടുണ്ടാവണം, കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞു പോരുത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു മാവാണ്. ഇതിന് വേണമെങ്കിൽ വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ വെള്ളം ഒഴിച്ച് കുറെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ട് അരച്ചെടുത്തിട്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു 8 മണിക്കൂർ ഫെർമെന്റേഷൻ അനുവദിക്കണം. 8 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇത് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അടപ്പ് മാറ്റി നോക്കുകയാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് എത്ര ഫെർമെന്റ് ആയി വന്നേക്കുന്നതെന്ന്. ഇനി നമുക്കിത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തവി മാവ് എടുത്തിട്ട് ഇതിന്റെ സെൻട്രലിലേക്ക് ഒഴിക്കണം. നല്ല ഒച്ച വരും, കണ്ടോ? ഇതുപോലെ ചൂടുണ്ടാവണം. എന്നിട്ട് ഒന്ന് പ്രസ് ആക്കി കൊടുക്കുക. ഒരുപാട് പരത്തരുത്, ദോശയുടെ മാവ് പരത്തും പോലെ. പിന്നെ ഇത് കവർ ചെയ്തുമല്ല ഉണ്ടാക്കുന്നത്, ഇത് നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കുന്ന അപ്പമാണ്. ഇതില് ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തിരിച്ചിടണം. തട്ടുകടയിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ചേട്ടന്മാർ പെട്ടെന്നായിരിക്കും അത് മറിച്ചിടുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് നല്ല പാട പോലെ ക്രസ്റ്റ് പോലെ വരും, ബ്രൗൺ കളറില്. പെർഫെക്റ്റ് ആയിട്ട് ഒരു മാവ് ഒരിക്കലും ഉണങ്ങി പിടിക്കാൻ പാടില്ല. തിരിച്ചിടുക. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഞാനിതിപ്പോ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വറുത്തരച്ച് ചിക്കൻ കറിയാണ് സെർവ് ആക്കുന്നത്. ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ എല്ലാ വെജിറ്റബിൾ കറിയുടെയും കൂടെ നല്ല കിടുക്കൻ കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്